നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന തമിഴ്നാട്, പുതുച്ചേരി, കേരള, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ, അസം, ഈ 5 പ്രദേശങ്ങളിൽ ലോക്സഭാ എണ്ണങ്ങളുടെ വിശദമായ വിവരം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കേരളത്തിൽ ഒരു സീറ്റ് BJP നേടിയെടുത്തത് CPIM അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടാണ്. എന്നാൽ തമിഴ്നാട്ടിൽ ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടും മരുന്നിന് പോലും BJPയുടെ ഒരു MP ഇല്ല. ഒന്ന് ആലോചിക്കണം, 39 സീറ്റുകളാണ് അവിടെ ഉള്ളത്. പുതുച്ചേരിയിലെ ഒരു സീറ്റ് ഉൾപ്പെടെ 40 സീറ്റിൽ ഒരു സീറ്റ് പോലും NDA സഖ്യത്തിനില്ല. ഇനി പറയേണ്ടത് പശ്ചിമ ബംഗാളും അസാമുമാണ്. പശ്ചിമ ബംഗാളിലും അസാമിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തതിൻ്റെ പകുതി സീറ്റ് മാത്രമേ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എങ്ങനെയാണ് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള BJPയുടെ ഗ്രാഫ് താഴാൻ പോകുന്നത് എന്നത്. BJPയുടെ ആത്മവിശ്വാസം ഏറ്റവും അധികം താഴാൻ പോകുന്ന വർഷം 2026 അത് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ജ്ഞാനേഷ് കുമാറിനെ എന്ത് വില കൊടുത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് നീക്കാതെ അവരുടെ ഏജൻ്റായി, അവരുടെ ഒരു PR ഏജൻറ്റ് പോലെ അവർ നിലനിൽക്കുന്നത്. ഒന്ന് ആലോചിക്കണം, എന്ത് തെമ്മാടിത്തരവും കാണിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു ബ്യൂറോക്രാറ്റായി ജ്ഞാനേഷ് കുമാർ ഇരിക്കുകയാണ്. തൻ്റെ മുൻഗാമിയായിരുന്ന രാജീവ് കുമാർ കാണിച്ചു വെച്ച നടപടികളുടെ ഒരു തുടർക്കഥ, അതാണ് ജ്ഞാനേഷ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സുപ്രീം കോടതിക്ക് തടയാൻ പറ്റുന്നില്ല. ഭരണഘടനയെ വല്ലാതെ വെല്ലുവിളിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്നു. ഒന്ന് ആലോചിക്കണം, തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന BJPയുടെ പല MPമാരും യഥാർത്ഥത്തിൽ ശരിക്കും ജനങ്ങളുടെ വോട്ട് നേടി തന്നെയാണോ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ വലിയ സംശയം നിലനിൽക്കുകയാണ്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് തന്നെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെയും അട്ടിമറിക്കുന്നത്. മറ്റൊരു മഹാരാഷ്ട്രയോ ഹരിയാനയോ ആക്കിയെടുക്കാൻ ഒരിക്കലും കഴിയില്ല എന്നറിയാൻ പറ്റുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 2 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. BJPയുടെ 2 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും. ഈ തമിഴ്നാടും കേരളവും ഒരു കാലത്തും പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് BJPക്ക് നന്നായി അറിയാം. BJPയെ എത്രയൊക്കെ പരിപോഷിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ 2 സ്ഥലത്തും വർഗീയത വിളയാടുകയില്ല. എന്നാൽ പയ്യെ അസാമിനോടൊപ്പം പശ്ചിമ ബംഗാളിലും BJP വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട്. BJPയും തൃണമൂൽ കോൺഗ്രസുമായി നല്ല രീതിയിലുള്ള വോട്ട് വ്യത്യാസമുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. എന്നാൽ പോലും അവിടെ പ്രതിപക്ഷം എന്ന് പറയാൻ CPIMോ അല്ലെങ്കിൽ മറ്റ് ഇടത് സംഘടനകളോ ഒരു മരുന്നിന് പോലും ഇല്ലാതെ മമതാ ബാനർജിയുടെ തേരോട്ടം കഴിഞ്ഞ 3 തവണകളിലായി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ മുഖ്യ പ്രതിപക്ഷമായി BJP എമർജ് ചെയ്തിരിക്കുന്നു. അത്രമാത്രമാണ്. ഈ 2 പ്രദേശങ്ങൾ, ഒന്ന് വടക്കിഴക്കൻ മേഖലയിലേക്ക് നോക്കുന്ന സമയത്തും അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഈ 2 സംസ്ഥാനങ്ങളും വളരെ നിർണായകമാണ് അടുത്ത തവണ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. BJP ആണെങ്കിൽ മറ്റ് കളികൾ ഉപയോഗിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗിച്ചതുകൊണ്ടോ ഗവർണർമാരെ ഉപയോഗിച്ച് അവിടെ മറ്റെന്തെങ്കിലും വിടക്കാക്കി തനിക്കാക്കുന്ന പരിപാടി ഒന്നും നടക്കില്ല എന്ന് കണ്ടതോടെയാണ് ഒരു സുപ്രധാന അട്ടിമറിക്ക് ശ്രമിക്കുന്നത്.